നമുക്കൊപ്പം ഒരു വിശിഷ്ട അതിഥി കൂടി ഇന്ന് ചേരുകയാണ്. രാജ്യം ശൗര്യചക്ര നൽകി ആദരിച്ച മുൻ NSG കമാൻഡോ കേണൽ PV മനേഷാണ് നമുക്കൊപ്പം ചേരുന്നത്. സ്വാഗതം കേണൽ, ന്യൂസ് 18ലേക്ക് സ്വാഗതം, രാവിലെയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ സ്വാതന്ത്ര്യദിനാശംസകൾ. നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള 79th ഇൻഡിപെൻഡൻസ് ഡേ ആശംസകൾ. കേണലല്ല, ഞാൻ കമാൻഡോ ആണ്. ശരി ശരി, ഓക്കെ ഓക്കെ, സോറി അങ്ങനെ അഭിസംബോധന ചെയ്തതിൽ. ഓക്കെ സാർ, നമുക്കറിയാം ഇതിപ്പോൾ രാജ്യം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഈ തുടക്കത്തിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യം അതിൻ്റെ നമ്മുടെ കരുത്ത്, നമ്മുടെ പോരാട്ട വീര്യം, സായുധ കരുത്ത്, സൈനിക കരുത്തൊക്കെ തെളിയിച്ചതിന്, ലോകത്തിന് മുമ്പിൽ തെളിയിച്ചതിന് ശേഷം എത്തുന്ന ആദ്യ സ്വാതന്ത്ര്യ ദിനം ആഘോഷമാണ്. അതിൻ്റെ ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വിജയാഘോഷം നമ്മൾ ആഘോഷിക്കുകയാണ് ഇന്ന് വിപുലമായി തന്നെ. അപ്പോൾ ഒരു മുൻ രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടിയ ഒരു വ്യക്തി, ജീവിതവും ജീവനുമെല്ലാം രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് മുന്നോട്ടിറങ്ങി പോരാട്ടം നയിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സാധാരണ മനുഷ്യരെക്കാൾ സംബന്ധിച്ച് അവരെക്കാട്ടിലൊക്കെ ഉപരി താങ്കളെ പോലുള്ള വ്യക്തികൾക്ക് സ്വാതന്ത്ര്യ ദിനാഘോഷം എന്ന് പറയുന്നത് മറ്റൊരു വികാരം തന്നെ ആയിരിക്കുമല്ലോ. തീർച്ചയായും നമ്മുടെ ഈ സ്വാതന്ത്ര്യ ദിന സന്ദേശത്തിൽ തന്നെ നമ്മൾ പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും മാതൃകയായിട്ടുള്ള മതേതര സംസ്കാരമുള്ളതാണ് നമ്മുടെ രാജ്യം. പ്രത്യേകിച്ച് ഒരു സൈനികൻ എന്ന രീതിയിൽ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി പറ്റും, ഏതൊരു സൈനികനോടും ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ മതം ഏതെന്ന് ചോദിച്ചാൽ ആ സൈനികന് ഇടനെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാൻ പറ്റും എൻ്റെ രാഷ്ട്രമാണ് എൻ്റെ മതമെന്ന്. നിങ്ങളുടെ ജാതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സൈനികന് പറയാൻ വേണ്ടി പറ്റും ഈ രാഷ്ട്രത്തിൻ്റെ സംസ്കാരമാണ് എൻ്റെ ജാതി എന്ന്. കാരണം കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ സൈനികരും അവർ മതമോ ജാതിയോ ഭാഷയോ വേഷമോ നോക്കിയിട്ടല്ല പ്രവർത്തിക്കുന്നത്. അവരിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്നത് അവർ എപ്പോഴും ഓർമ്മിക്കുന്നതും രാജ്യം എന്നിൽ വലിയൊരു ദൗത്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ദൗത്യം എന്തെന്നാൽ രാഷ്ട്ര സുരക്ഷയാണ്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി എൻ്റെ ജീവൻ കൊടുത്തിട്ടായാലും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സുരക്ഷ എൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്ന ഇച്ഛാശക്തിയും മനോബലത്തോടു കൂടിയാണ് ഓരോ സൈനികനും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി പറ്റിയതിലും ഒരു സൈനികനാവാൻ പറ്റിയതിലും നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ഈ 79ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ വേണ്ടി പറ്റിയതിലും വളരെയേറെ അഭിമാനമുണ്ട്. പക്ഷേ മറ്റാരും മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. കമാൻഡോ PV മനേഷ്, ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തുകയാണ്. നമുക്ക് തത്സമയത്തിലേക്കൊന്ന് കടക്കാം. Reflective moment to see, to seek, to sacrifice. യെസ്, വീണ്ടും കമാൻഡോ PV മനേഷിലേക്ക് നമ്മൾ മടങ്ങിയെത്തുകയാണ്. കമാൻഡോ, ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരു പുതിയൊരു തലത്തിൽ രാജ്യം എത്രത്തോളം ഈ പോരാട്ട വീര്യത്തിൽ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സായുധ ശക്തിയിലൊക്കെ എത്രത്തോളം മുന്നോട്ട് വന്നു എന്നത് ലോകത്തെ തന്നെ കാട്ടിക്കൊടുത്ത ഒരു ദൗത്യമായിരുന്നു. ഈ ജനറേഷൻ 4.5 എന്ന യുദ്ധനയത്തിലേക്കൊക്കെ മാറി എന്ന് നമ്മൾ ലോകത്തെ കാട്ടിക്കൊടുത്ത അത്രത്തോളം സാങ്കേതിക തികവും സായുധ കാര്യങ്ങളിലുമെല്ലാം അത്രത്തോളം മുന്നിട്ട് നിൽക്കുന്നു എന്ന് തെളിയിച്ച ഒരു പോരാട്ടം. അപ്പോൾ രാജ്യം എത്രത്തോളം മുന്നിലെത്തി നിൽക്കുന്നു എന്നത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതേക്കുറിച്ച് താങ്കൾക്ക് തുടരാം. അതിനു മുന്നേ നമ്മളിപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ 79ാം വാർഷിക ദിനം നമ്മൾ ഇന്ന് കൊണ്ടാടുകയാണ്. പക്ഷേ നമ്മുടെ ഈ 79 വർഷക്കാലം സ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്തമാണ്. ഏകദേശം 8 രാജ്യങ്ങളുടെ അതിർത്തി പങ്കിടുന്ന നമ്മുടെ രാജ്യത്ത് ഒരു രാജ്യത്തു നിന്നും സേഫ് സോണല്ല. എല്ലാ രാജ്യത്തു നിന്നും ആക്രമണങ്ങൾ, ശത്രു സൈനികരായാലും ഭീകരവാദികളിൽ നിന്നും നമുക്ക് ആക്രമണങ്ങൾ നേരിട്ടുണ്ട്. അതിനൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി 79 വർഷക്കാലം ഈ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടി എത്രയോ ആയിരക്കണക്കിന് ധീര സൈനികരാണ് നമ്മൾ ജീവൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഓപ്പറേഷൻ സിന്ദൂരിലേക്ക് വരാം.
ഓപ്പറേഷൻ സിന്ദൂരിന് മുന്നേ നമ്മൾ നടത്തിയ ഒരു യുദ്ധമാണ് ഓപ്പറേഷൻ കാർഗിൽ, ഓപ്പറേഷൻ വിജയ് എന്നത്. ആ കാർഗിൽ യുദ്ധത്തിൽ ഏകദേശം ഒരു മാസക്കാലത്തോളം നമ്മൾ യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ അഭിമാനകരമായ ഒരു വിജയം എന്നത് ഏകദേശം 6 ദിവസങ്ങളോളം അവസാനിപ്പിച്ച ഒരു യുദ്ധമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നത്. കാരണം നമ്മുടെ രാജ്യം ഇതുവരെ 5ഓളം യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ യുദ്ധങ്ങളൊക്കെ പ്രതിരോധ യുദ്ധമായിരുന്നു. ഈ ഓപ്പറേഷൻ സിന്ദൂരിലും ഈ ടെക്നോളജിയിൽ അതിവികാസമുള്ള ഈ കാലത്തും നമ്മൾ ഉപയോഗിച്ച തന്ത്രം എന്നത്, നമ്മുടെ ധർമ്മം എന്നത് പ്രതിരോധമാണ്. കാരണം നമ്മുടെ രാജ്യത്ത് വരുന്ന ശത്രു സൈനികരെ അല്ലെങ്കിൽ രാജ്യത്ത് വരുന്ന ടെററിസ്റ്റുകളെ അവരെ ഇല്ലാതാക്കുക എന്നൊരു ദൗത്യമാണ് ആദ്യമായി ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മൾ നടപ്പാക്കിയത്. അതേപോലെ 9ഓളം ടെററിസ്റ്റുകളുടെ ക്യാമ്പുകൾ, പാകിസ്ഥാനിലുള്ള ടെററിസ്റ്റുകളുടെ ക്യാമ്പുകൾ ഞങ്ങൾ ആക്രമിച്ചു. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് സാധാരണക്കാരായ ജനങ്ങൾ വസിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് നാശം വിതക്കുന്ന രീതിയിൽ, വിനാശകരമായി നിൽക്കുന്ന രീതിയിൽ ഡ്രോണുകളും അതേപോലെ മിസൈലുകളും വിക്ഷേപിക്കുമ്പോൾ പാകിസ്ഥാനിൽ നിന്ന് എവിടെ നിന്നാണോ വരുന്നത് അതവരുടെ എയറോഡ്രാമുകൾ, കാരണം ഏകദേശം 5ഓളം എയറോഡ്രാമുകൾ, അതാണ് ഞങ്ങൾ നമ്മളിപ്പോഴത്തെ ഏറ്റവും വലിയ ലേറ്റസ്റ്റ് മിസൈലായിട്ടുള്ള ബ്രഹ്മോസിൽ നിന്ന് നമ്മൾ തകർത്തത്. ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്തുകൊണ്ടും അഭിമാനിക്കാവുന്ന ഒരു വിജയം തന്നെയാണ്. കാരണം കാഷ്വാലിറ്റി കുറവ്. ഒരു യുദ്ധമെന്നത് പറയുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, എത്രയോ സാധാരണക്കാരായ ജനങ്ങൾക്കും അതേപോലെ മറ്റുള്ള സായുധ സേനാംഗങ്ങൾക്കും എല്ലാം വലിയ രീതിയിൽ കാഷ്വാലിറ്റി ഉണ്ടാകുന്ന തരത്തിലാണ് യുദ്ധങ്ങൾ സംഭവിക്കാറ്. കാരണം ഇന്ന് ലോകരാഷ്ട്രങ്ങളിൽ കണ്ടുവരുന്ന യുദ്ധങ്ങളിലുമൊക്കെ വിനാശകരമായിട്ടുള്ള യുദ്ധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് നടന്ന യുദ്ധങ്ങൾ, ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ നമുക്ക് കാഷ്വാലിറ്റി അത്രമാത്രം ഇല്ലാതെയും പെട്ടെന്ന് തന്നെ ഇത് പര്യാവസാനിക്കാൻ കഴിഞ്ഞ ഒരു യുദ്ധമാണ്. പക്ഷെ അതിനേക്കാളൊരു അഭിമാനം എന്നത് നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ ലോകത്തിൽ തന്നെ ഏറ്റവും മാതൃകയായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ, അതിൻ്റെ പേര് തന്നെ അർത്ഥമാക്കുന്ന രീതിയിൽ ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്തത് 2 ലേഡി ഓഫീസറാണ്. ഒന്ന് കേണൽ സോഫിയ ഖുറേഷിയും അതേപോലെ വിംഗ് കമാൻഡർ വയോമിക സിംഗും. എന്തുകൊണ്ടും അഭിമാനകരമായ നേട്ടങ്ങൾ തന്നെയാണ് നമുക്ക് ഈ ഓപ്പറേഷൻ സിന്ദൂരിലൂടെ സ്ഥാപിക്കാൻ പറ്റിയത്. അതിലുള്ള ഏറ്റവും വലിയ ഉത്തരവെന്നത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അകത്തുള്ള പ്രതിരോധ ശേഷി വർദ്ധിക്കുകയും നമ്മൾ അത്രമാത്രം ശക്തിയുക്തമായിട്ട് ഏത് രീതിയിലും ഉള്ള ആക്രമണത്തെയും പ്രതിരോധിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു കഴിവ് തെളിയിക്കൽ കൂടിയാണ്. പ്രത്യേകിച്ച് നമ്മളൊക്കെ കണ്ടതാണ് ഏത് തരത്തിലുള്ള ടോണാക്രമണം അതിനൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ആ സംഭവ വികാസത്തിൽ ഇന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി നിൽക്കാം. ഏത് തരത്തിലുള്ള ആക്രമണങ്ങളുണ്ടായാലും നമ്മുടെ രാജ്യത്തിനെ പ്രതിരോധിച്ച് കൊണ്ട് നിൽക്കുവാൻ നമ്മുടെ രാജ്യം സുശക്തമാണ്, നമ്മുടെ സൈനികർ അത്രമാത്രം ശക്തിയുക്തമാണ് എന്ന്. തീർച്ചയായും ഇപ്പോൾ പറയുമ്പോൾ 2008 നവംബർ 26